ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് ദ ഡാഷ് പാർട്ട് ഓഫ് ദ നോവൽ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ആൻസർ വരുന്ന ലേറ്റർ, അതായത് ഡബിൾ ടി ഉള്ള ലേറ്റർ ആണ് വരുന്നത്. ലേറ്റർ മീൻസ് രണ്ടാമത്തെ എന്നാണ്. അതായത് ലേറ്റർ ഒരു ടി ഉള്ള ലേറ്റർ എന്ന് വെച്ചാൽ പിന്നീട് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് സിഒ ഈസ്. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് സിഒ ഈസ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോബഡി എൻജോയ് ദ മൂവി ഡാഷ്. ആൻസർ എന്ന് പറയുന്നത് ഡിഡ് ദേ എന്നാണ്. അതായത് എൻജോയ്ഡ് മീൻസ് പാസ്റ്റ് ആണ്. നോബഡി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ്, അപ്പം പോസിറ്റീവ് ടാഗാണ് വരേണ്ടത്. അപ്പോൾ ആൻസർ ഡിഡ് ദേ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫൻസ് മീൻസ് അറ്റ് ആൻ ആംസ് ലെങ്ത് എന്നാണ്. അതായത് സാഷ്ടാംഗം പ്രചരിക്കുന്നവനെയാണ് സൈക്കോഫൻസ് എന്നും പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ ബീക്ക് ക്രൈപ്റ്റ് എലോങ് ഡാഷ് സ്ലോലി ഡാഷ് എ സ്നെയില. ആൻസർ അസ് എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ പിക്ക് ഔട്ട് ദ റോങ് സെൻറ്റൻസ്. ഇവിടെ റോങ് സെൻറ്റൻസ് വരുന്നത് ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡ് ഇൻ ദ ഫംഗ്ഷൻ. ഇതെന്തുകൊണ്ടാണ് തെറ്റായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിത്ത് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വിത്തിൻ്റെ അതായത് ഫസ്റ്റ് സെൻറ്റൻസ് എന്താണോ അത് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് ഉപയോഗിക്കണം, പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം. ദ മാനേജർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ആറല്ല വരേണ്ടത്, ഈസാണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്. ഇവിടെ റോങ്ലി സ്പെൽറ്റ് വേർഡ് എന്ന് വെച്ചാൽ ഡെലിഗേറ്റ് ആണ്. ഡെലിഗേറ്റിൻ്റെ സ്പെല്ലിങ് DELEGAT എന്നാണ് വരുന്നത്. എൻ്റർപ്രണർ ശരിയാണ്, ഇവിടെ എല്ലാം ഇ ആണ് വരുന്നത്. ഹൈജീൻ കറക്റ്റാണ്. അസസ് മീൻസ് 2 S വരണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് ഹി ഈസ് കോൾഡ് ആൻ ഡാഷ് പേഴ്സൺ. ഇവിടെ ആൻസർ വരുന്നത് ഇൻവിൻസിബിൾ ആണ്, അതായത് തോൽപ്പിക്കാൻ പറ്റില്ല എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വേർഡ് ഈസ് നോട്ട് സിനോണിമ ഓഫ് ലേസി. ലേസിയുടെ സിനോണിമ അല്ലാത്തത് ഇൻസെൻസെൻ്റ് ആണ്, അതായത് ഇൻഡോലൈൻ, സ്ലോത്ത്ഫുൾ, ഇഡിൽ ഇവയൊക്കെ എന്ന് വെച്ചാൽ ലേസിയുടെ സിനോണിമ ആണ്. അടുത്തത് പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് സെൻറ്റൻസ് വേർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലേസ്. ഇവിടെ എന്ന് വെച്ചാൽ WH ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെ പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ ഉള്ള ഫോർമാറ്റ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വേർഡ് വേണം, അതേ കൂട്ടി തന്നെ ഓക്സിലർ വെർബ് പ്ലസ് ഒബ്ജക്റ്റീവ് പ്ലസ് V3 ആണ് വരേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് ഡിഡിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ വാസോ വെയറോ കൊടുക്കണം. അപ്പോൾ ഇവിടെ ആൻസർ വെയർ വാസ് ദ നെക്ലേസ് ഹിഡൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒറ്റപ്പദമാണ്. അത് മലയാളം 10 നമ്മൾ നോക്കുന്നത്. ഒറ്റപ്പദം എന്ന് പറയുമ്പോൾ അറിയാൻ ആഗ്രഹമുള്ള ആളാണ് ജിജ്ഞാസു. അറിയാൻ ആഗ്രഹമുള്ള ആൾ ജിജ്ഞാസു. അടുത്ത ക്വസ്റ്റ്യൻ തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത്? ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് കടവടിപ്പിക്കുക എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദം ഏതാണ്? പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദം പ്രതീചിയാണ്. ശാരിക എന്ന വാക്കിൻ്റെ പര്യായപദം അല്ലാത്ത പദം ഏത്? ശാരിക എന്ന വാക്കിൻ്റെ പര്യായപദം അല്ലാത്തത് ചകോരമാണ്. അപ്പോൾ ശാരിക എന്ന വാക്കിൻ്റെ പര്യായപദം കീരം, ശുകം, കിളി. എന്തൊക്കെയാണ്? കീരം, ശുകം, കിളിയാണ്. വീട് പ്ലസ് പണി എന്ന് പറയുന്നത് ചേർത്തെഴുതുമ്പോൾ വീടുപണിയാണ്. വീട് പ്ലസ് പണി ചേർത്തെഴുതുമ്പോൾ വീടുപണി ആണ്. അടുത്ത കേമൻ പിരിച്ചെഴുതുക. കേമം പ്ലസ് അന്നാണ് കേമൻ എന്ന് പറയുന്നത്. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗമാണ് കർത്താവ്. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് തങ്ക എന്ന് പറയുന്നത്. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തങ്കയാണ്. കർത്തി എന്ന പദത്തിൻ്റെ പുല്ലിംഗ പദം കർത്താവ്. കേമൻ പിരിച്ചെഴുതുമ്പോൾ കേമം പ്ലസ് അന്നാണ്. നമുക്ക് മാത്സ് നോക്കാം. മാത്സ് 10 ക്വസ്റ്റ്യൻ ആണ്. അതായത് 1/5 പ്ലസ് 2/5 സ്ക്വയർ പ്ലസ് 3/5 ക്യൂബ് ൻ്റെ ദശാംശ രൂപം എഴുതാം. ഇവിടെ നമ്മൾ ദശാംശ രൂപം എഴുതുമ്പോൾ 1/5 അത് 5 ആയതുകൊണ്ട് അവിടെ 2 വെച്ച് ഇൻറ്റു ചെയ്യുന്നു. അടുത്തതെന്ന് വെച്ചാൽ 2/5 സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ അല്ലേ, അപ്പോൾ അവിടെ 4 എടുക്കുന്നു. 4 അതായത് 2/25 ഇൻറ്റു അവിടെ 4 വെച്ച് ഇൻറ്റു ചെയ്യുന്നു. അടുത്തതെന്ന് വെച്ച് ക്യൂബ് ആയതുകൊണ്ട് 8 വെച്ച്, അതായത് 3/125 ഇൻറ്റു 8 വെച്ച് ഇൻറ്റു ചെയ്യുന്നത്. ഇത് ഇൻറ്റു ചെയ്ത് കിട്ടുമ്പോൾ ആൻസർ 0.304 ആണ് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 25 പൊതുവ്യത്യാസം 10 ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ S20 എന്ന് പറയുമ്പോൾ n/2 × 2 + n-1 × d ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ തന്നിട്ടുണ്ട് 25, ഡിയും തന്നിട്ടുണ്ട് 10. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആൻസർ 2400 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 150 മീറ്റർ നീളമുള്ള തീവണ്ടി 90 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 200 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും എന്നതാണ്. അതായത് തീവണ്ടിയുടെ വേഗത എന്ന് പറയുന്നത് 90 കിലോമീറ്ററാണ്. നമ്മളിപ്പോൾ ഈ കിലോമീറ്ററിനെ എന്ത് ചെയ്യണം? മീറ്ററിലോട്ടാക്കണം. അതിനുവേണ്ടി 90 × 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 25 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അടുത്തത് സമയം കാണാനുള്ള ഇക്വേഷൻ ദൂരം ഡിവൈഡഡ് ബൈ വേഗതയാണ്. ആകെയുള്ള ദൂരം എന്ന് പറയുന്നത് 150 + 200 ആണ്. അതേ ഡിവൈഡഡ് ബൈ വേഗത 25 മീറ്റർ/സെക്കൻഡ്. ആൻസർ 14 സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഒരു ത്രികോണത്തിലെ കോണുകൾ 1:3:5 എന്ന അംശത്തിലായാൽ ഏറ്റവും വലിയ കോണളവ് എത്ര? ഇവിടെ ഏറ്റവും വലിയ കോണളവ് എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ 5x ഡിവൈഡഡ് ബൈ മൊത്തത്തിലുള്ള കോണുകൾ, അതായത് 1, 3, 5 ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ 9x എന്ന് കിട്ടും. അപ്പോൾ 5x ഡിവൈഡഡ് ബൈ 9x ഇൻറ്റു ഫുള്ളായിട്ടുള്ളത് എത്രയാണ്? 180 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ 5x ഡിവൈഡഡ് ബൈ 9x ഇൻറ്റു 150, ആൻസർ 100 ഡിഗ്രി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ടയുടെ നീളം 25 സെൻറ്റിമീറ്ററും വീതി 10 സെൻറ്റിമീറ്ററും ഉയരം 4 സെൻറ്റിമീറ്ററുമാണ്. ഇത് ഉരുക്കി ഒരു സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഇവിടെ എന്ന് പറയുന്നത് സമചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് a³ ചതുരക്കട്ടയുടെ വ്യാപ്തം കാണാൻ L × B × H ആണ്. L നമുക്ക് തന്നിട്ടുണ്ട്, L-ഉം B-യും H-ഉം തന്നിട്ടുണ്ട്. അപ്പോൾ 25 × 10 × 4 വെച്ച് നമുക്ക് കിട്ടുമ്പോൾ 1000 കിട്ടും. 1000 a³, A അതിലെ A കണ്ടുപിടിക്കുമ്പോൾ 10 സെൻറ്റിമീറ്റർ. ആൻസർ 10 സെൻറ്റിമീറ്റർ. അടുത്തതെന്ന് വെച്ചാൽ -1² + -1³ അതിൻ്റെ ആൻസർ എത്രയാണ്? അതായത് നമ്മളിവിടെ -1 ഈവൻ ആണെങ്കിൽ, അതായത് 2 എന്ന് ഈവൻ ആണെങ്കിൽ അത് 1 ആയിട്ട് കാണും. -1ൻ്റെ കൂടെ ഒരു ഓഡ് നമ്പറാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് -1 ആയിട്ട് തന്നെ കാണാം. അപ്പോൾ -1 × 2 എന്ന് പറയുമ്പോൾ അത് ഈവൻ ആണ്. അപ്പോൾ അവിടെ 1. മറ്റേതെന്ന് പറയുന്നത് -1 വിടുക. അപ്പോൾ ആൻസർ -1ഉം +1ഉം കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a + b 28, b + c 40, c + a 32 ആയാൽ വില എത്ര? ഇത് മൂന്നും കൂടെ കൂട്ടിയാണ് നമുക്ക് a + b-യും b + c-യും c + d-യും ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് അത് വെച്ച് ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ a + b b + c ഇത് 100 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ a + b എന്ന് പറയുന്നത് 28. അപ്പോൾ ആൻസർ 50 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ 2 ദിവസം ഉൾപ്പെടെ എത്ര ദിവസം വരെ? ഇത് കൂട്ടി നോക്കുമ്പോൾ ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ നമുക്ക് 2 ദിവസം കൂടെ ഉൾപ്പെടെ ഇത് കൂട്ടി നോക്കുമ്പോൾ 30 ദിവസം കിട്ടും. അടുത്ത കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ, അത് ആൻസർ ഇല്ല. അടുത്തത്, ക്ലോക്കിലെ സമയം 2 മണി ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഇടയിലുള്ള കോണളവ് എത്ര? അപ്പോൾ 2 × 30 ആണ്. 2 × 30 ചെയ്യുമ്പോൾ 60 കിട്ടും. അതാണ് ആൻസർ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ മാത്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ദശാംശ രൂപമാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ ആൻസർ 0.304. അടുത്തത്, സമദ്ര ശ്രേണിയുടെ 20 പദങ്ങളുടെ തുക കാണാൻ n/2 × 2a + n-1 × d ഇക്വേഷൻ ചെയ്യുമ്പോൾ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സമയമാണ് കണ്ടെത്തുക. അത് ദൂരം ഡിവൈഡ് ബൈ വേഗത എന്ന ഇക്വേഷൻ ചെയ്യുമ്പോൾ കിട്ടും. ത്രികോണത്തിലെ അംശബന്ധം കാണാനായിട്ട് നമ്മൾ ഏറ്റവും വലിയ കോണളവ് 5x ആണ്, മൊത്തത്തിലുള്ള കോണളവ് 9x ആണ്. ഇൻറ്റു 180 നോക്കുമ്പോൾ അവിടെ ആൻസർ കിട്ടും 100. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴെന്ന് പറയുന്നത്, നമ്മളിവിടെ സമചതുരക്കട്ടയുടെ വ്യാപ്തവും ചതുരക്കട്ടയുടെ വ്യാപ്തവും എടുക്കും. സമചതുരക്കട്ടയുടെ വ്യാപ്തം a³ഉം ചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് വെച്ചാൽ L × B × H ആണ്. അത് വെച്ച് കിട്ടുമ്പോൾ ആൻസർ 10 സെൻറ്റിമീറ്റർ ആണ്. -1 എന്നതിൻ്റെ കൂടെ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ +1 എഴുതും. -1ൻ്റെ കൂടെ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അവിടെ നമ്മൾ -1 ആണ് എഴുതുക. അത് വെച്ച് ആൻസർ 0 കിട്ടും. അടുത്ത a + b അത് നമ്മൾ കൂട്ടി ആണ് ആൻസർ കിട്ടുന്നത്, 50 കിട്ടും. 2020 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെയുള്ള നമ്മൾ
ഡേറ്റ് കൂട്ടി നോക്കുമ്പോൾ 30 കിട്ടും. അടുത്ത ക്ലോക്കിലെ സമയം എന്ന് വെച്ചാൽ നമ്മൾ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 30 × 2 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്.